എല്ലാവർക്കും നിരഞ്ജസ് വെള്ളിക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാട്ടാൻ പോകുന്നത് എൻ്റെ ഒരു കുഞ്ഞി ക്രാഫ്റ്റ് റൂം ആട്ടോ. വരും, ഇതാണ് ഗൈസ് ഒരു കുഞ്ഞിത് ഗോലി ആട്ടോ. ഇതൊക്കെ മാജിക് ബുക്ക്, പിന്നെ ലുഡോ, ഹോൾഡേഴ്സ്, വേസ്റ്റ് ബിൻ, ക്രാഫ്റ്റുകൾ. പിന്നെ ഇതെൻ്റെ പഴയതാട്ട് LKG പഠിക്കുമ്പോൾ വാങ്ങിയതാണ്. ഇതൊക്കെ 3-4 വാങ്ങിയതാണ്. പിന്നെ ഇത് എൻ്റെ ന്യൂ ഇയർ ആയിട്ട് ഞാൻ ചെയ്തൊരു പുതിയൊരു പിന്നിപ്പൊങ്ങാണ്. അപ്പോൾ ഇതാണ് സാൻഡ് ടൈമർ. ഇത് ഇന്ന് ഉണ്ടാക്കിയതാണ്, ബട്ട് ഫെയിലായിപ്പോയി. പിന്നെ അത് ഹോം മെയ്ഡ് തീപ്പെട്ടി. പ്ലാന്റ് ശരിയായിട്ടില്ല കേട്ടോ, സോറി, നല്ലോണം ശരിയാക്കണം, ഇത് നേരമില്ല. പിന്നെ ഞാൻ ഇന്ന് കഴിച്ച കിൻഡർ ക്രീമി, എനിക്കിത് പാരൻസ് വാങ്ങി തന്നില്ല. എൻ്റെ താഴെ ഒരു ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്. സോ ആ ചേച്ചി ഞാൻ ഒത്തിരി സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ ആ ചേച്ചി എൻ്റെ ഒപ്പം കൂടെ വന്നു. അപ്പോൾ എനിക്ക് ആ ചേച്ചി വാങ്ങി തന്നു കേട്ടോ. ബാക്കിൽ ശരിക്കും സ്പൂണുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് ഞാനൊരു ഗെയിം കളിക്കാറുണ്ട്. ഒരു ഗോലി എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ ഇട്ടിട്ട് ഉരുട്ടി ഉരുട്ടി കളിക്കും. ഉരുട്ടി നല്ല രസമാട്ടോ. അത് തിരിച്ച് മറിച്ചും കളിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ നൊസ്റ്റാൾജിയായിട്ട് വെക്കാം, ആദ്യമായിട്ട് വയ്ക്കണല്ലേ. അപ്പം ഗൈസ് ഇതൊക്കെയാണ്. പിന്നെ ജേർണലിങ്ങിൻ്റെ ഇതൊക്കെ. പിന്നെ കുറേ ഹോം മെയ്ഡ് ബുക്ക്. ഇതാണ് മെയിൻ ജേർണലിങ്. ഇതൊരു സിൽക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു സ്മോൾ ബുക്കാണ്. ഈ പേപ്പർ അതിൻ്റെ ഉള്ളിലുള്ള പേപ്പറാട്ടോ. പിന്നെ ഇത് ഫുള്ളൊരു ക്രാഫ്റ്റ് കേട്ടോ. പിന്നെ ഇത് യൂണിക്കോണിൻ്റെ ഡയറി. പിന്നെ ഇത് നിരഞ്ജന ആർ എന്ന് ഇങ്ങനെ എഴുതിയിട്ടൊരു ഇത്. പിന്നെ ഗെയിം ബുക്ക്, ഇത്തിരി ഗെയിമൊക്കെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ചുമ്മാ ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് യൂണിക്കോണിൻ്റെ ബുക്ക്. പിന്നെ മിക്കി മൗസിൻ്റെ ഒരു ഡയറി. ഇതൊരു ഫയലാട്ടോ, മിനി ഫയൽ. പിന്നെ ഇതൊക്കെ സ്റ്റിക്കർ ബുക്കാണ് കേട്ടോ. ഇത് സ്റ്റിക്കർ ബുക്ക്, സ്റ്റിക്കറൊന്നുമില്ല, ചുമ്മാ ഒരു ബുക്ക്. ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ചുമ്മാ കളിക്കാൻ. പിന്നെ ഇത് ജേർണലിങ്സ് ആണ്, ഞാൻ കാണിച്ചുതരാം. ഇതിൻ്റെ അകത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നണേ, എനിക്ക് തോന്നുന്നത് ഒന്നും ചെയ്തിട്ടില്ല. സോ ബുക്ക് ഓഫ് ഹാപ്പി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെൻ്റെ ലാപ്ടോപ്പാണ്, കാട്ടിത്തരാം. പിന്നെ ഇത് ഒരു സ്മോൾ ഡയറിയാണ് കണ്ടോ. പിന്നെ ഇത് ഒരു ഡയറിയാണ്, ഇത് ഫുൾ ഡ്രോയിങ്സ് ആണ്. ഇതാണ് മെയിൻ ജേർണൽ, എൻ്റെ ആദ്യത്തെ ജേർണൽ ബുക്കാട്ടത്. പക്ഷേ ബുക്കായിട്ടുള്ളത് ഉണ്ട്, ഇതൊക്കെയാണ്. ഇതൊക്കെ വായിച്ച് മനസ്സിലാകണം. ഇത് സ്റ്റിക്കറിൻ്റെ പെട്ടിയാട്ടോ, ഹോം മെയ്ഡ് സ്റ്റിക്കർ. പിന്നെ സ്റ്റിക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു സ്ക്വിഷിയാണ്, പേപ്പറിൻ്റെ അത്രയും ഇതല്ല. ഇതൊക്കെ ഞാൻ തിരിച്ച് സെറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇത് ജേർണലിങ്സ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാട്ടിത്തരാം, കാരണം കുറേ ഉണ്ട് കേട്ടോ. ജേർണൽ വീഡിയോസ് കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാട്ടി വരുമ്പോൾ കുറേ സമയം എടുക്കും. ഈ ബുക്കൊക്കെ വേണമെങ്കിൽ കാട്ടിത്തരാം, സമയം ഉണ്ടെങ്കിൽ കാട്ടിത്തരാം. ടൈം വെച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്യണം. ഇത് മാത്രമേ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി കാട്ടി തന്നില്ലേ. പിന്നെ ലാപ്ടോപ്പ് കാട്ടിത്തരാം. ലാപ്ടോപ്പ് പിന്നെ ഇത് ഞാൻ കാട്ടിത്തന്നു. സ്റ്റിക്കർ ബുക്കിൽ ഒന്നും തന്നെ ഇല്ല കണ്ടോ. ഒരു ഗ്ലോയി ഷീറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു മാജിക് ആയിട്ടുള്ളൊരു സാധനമാണ്, ഞാൻ പിന്നെ കാട്ടിത്തരാം. ഒരു ഫയലുണ്ട്. ഇത് ഡയറി, ഇത് മാത്സ് ബുക്കിൻ്റെ ഒരു ഡയറി ആട്ടോ. അത് കണ്ടോ, മാത്സിൻ്റെ ഇതൊക്കെയാണ്. സേവ് അവർ എർത്ത് ആൻഡ് നേച്ചർ, ഞാൻ കുറേ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. യൂണിക്കോൺ ബുക്കിൽ ഞാൻ തൊട്ടിട്ടില്ല എന്ന് തോന്നുന്നത്. ഹൈ യൂണിക്കോൺ പ്ലീസ് ലൈക്ക് ആൻഡ് സബ് ദിസ്. നിങ്ങൾ ചെയ്യണം കേട്ടോ, യൂണിക്കോൺ പറയണതാണ്. പിന്നെ ഇത് ഗെയിം ബുക്കാണ്. ഗെയിംസൊക്കെ ഒരു ദിവസം ഞാൻ താഴേക്ക് വെച്ചിട്ട് പോയപ്പോൾ ഒക്കെ പറന്നുപോയി. ഇത് തന്നെ ഇത്തിരി സംഭവങ്ങളൊക്കെ ഇത് ഞാൻ വരയ്ക്കണം. ഫൈൻഡ് ദ വേർഡ്സ്, ഇത് സിമ്പിളാണ്.
ഈ 3 പിക്ചറിൽ എന്തെങ്കിലും എണ്ണം വരച്ച് അതിൻ്റെ സ്റ്റോറി നമ്മൾ എഴുതണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു യൂണിക്കോൺ വീണ്ടും ഒരു ഡയറി ഉണ്ട് കേട്ടോ. അതിങ്ങനെ മാസ്കിൻ്റെ വള്ളിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഉണ്ടോ ഇനി അത് തുറക്കുമ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രോയിങ്. ഫ്രണ്ട് ഈസ് ഹാപ്പി, മൈ ഫ്രണ്ട് ആര്യ, അഹോറ, വൈഗ എം ജെ, റേഗ, ദിയ, ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അബിഗേൽ, പിന്നെ ഡാൻസിലും കുറേ ഉണ്ട്, സ്കൂളിലുണ്ട്. ഇതൊക്കെ എൻ്റെ ഡ്രോയിങ്സാണ്. വലിയ വലിയ ഡ്രോയിങ്സൊക്കെ വരയ്ക്കും ഞാൻ. അത്രേ ഉള്ളൂ. പിന്നെ നമുക്കിത് അടയ്ക്കണം. പിന്നെ ഇത് ഇതേപോലെ ഇത് ഇങ്ങനെ ഒരു ഇതിൽ കണ്ടാണ് കേട്ടോ യൂട്യൂബിൽ. ഇതേപോലെ പിന്നിട്ട് ഒരു ഡയറി അത് ചെയ്ത് നോക്കി, സക്സസ് ആണ്. അതിൻ്റെ ഷീറ്റാണിത്. ഇത് ഞാൻ വരച്ചെടുത്താണ് കേട്ടോ. ഉള്ളിലുണ്ടോ ഗിൽട്ടാണ്. പിന്നെ ഇത് ജേർണലിങ്ങാണ്. കൊണ്ട് ജേർണലിങ് അത് സ്പെല്ലിങ് തെറ്റാ. ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ കാട്ടിത്തരാം. ഇതിൻ്റെ അകത്തൊന്നുമില്ല, ഒരു ഫയലാണ്. കാരണം ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇത് ഇവിടെ മാത്രം സ്വന്തം ഇവിടെ ഒരു മെഴുക് ഒട്ടിച്ച് വെച്ചേക്കാണ്. സോ ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ ഒരു സെറ്റ് ബുക്കുകൾ ഗൈസ്. ഇതൊക്കെ ഇവിടെ കുത്തി തിരികെ വെക്കാം. കുത്തി തിരികെ വെക്കാം. അടയ്ക്കാൻ പറ്റില്ല, അല്ല പിന്നെ അടയ്ക്കാം. പിന്നെ എൻ്റെ മേക്കപ്പ് ബോക്സ് അടിച്ചുതരാം. ഇതാണ് ഗൈസ് എൻ്റെ മേക്കപ്പ് ബോക്സ്. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ആ ടീമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. വീട്ടിലൊരു മിഠായിയുടെ കവർ ഉണ്ടായിരുന്നു, ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് റെഡ് കളറ് ആക്രിലിക് പെയിൻ്റ് എടുത്തു അടിച്ചു. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു മിറർ സെറ്റ് ചെയ്തു. മിറർ സെറ്റ് ചെയ്തിട്ട് ഐ ലവ് ഡാഡ് ആൻഡ് മമ്മ എന്ന് എഴുതി. പിന്നെ അതിൻ്റെ അകത്ത് പൗഡർ ഉണ്ട്, 2 കൺമഷി ഉണ്ട്, ഐലൈനർ ഉണ്ട്, പിന്നെ പൊട്ട് ബഡ്സ്. ഇത്ര ആട്ടോ ഞാൻ യൂസ് ചെയ്തത്. ലിപ് ബാമൊക്കെ എനിക്കിഷ്ടമല്ല. പിന്നെ ഡോക്ടർ ഞാൻ എൻ്റെ ലുക്സൊക്കെ ഡ്രൈ ചെയ്ത് പൊട്ടി ചോരയൊക്കെ വരും ഇടയ്ക്ക്. അപ്പോൾ ഞാൻ ലിപ് ബാം ഇടയ്ക്ക് തേക്ക്. ഹിമാലയയുടെ ലിപ് ബാം 50 രൂപയുടെ. ഗൈസ് ഇത് ഇങ്ങനെ അടയുന്നില്ല, അത് ഇടയ്ക്ക് ഇങ്ങനെ അടയുമല്ലോ. മിറർ കുട്ടി മിററാണ്. ഫസ്റ്റ് ഞാൻ മിറർ ആർട്ട് ചെയ്തത് ഇത് വെച്ചാണ്. അതൊക്കെ പറിച്ചെടുത്തു. മൈദയിൽ ഉണ്ടാക്കിയ കാരണം ഇത് പറഞ്ഞു വരുന്നു, അപ്പം ഞാൻ പറിച്ചെടുത്തു. അപ്പോൾ ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ചെയ്ത് നോക്കോട്ടോ, നല്ലൊരു രസമാണ്. മിററൊക്കെ ഒട്ടിച്ച് ഒരു അടിപൊളി ഒരു ബോക്സിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഏതെങ്കിലും ചെറിയൊരു ക്രാഫ്റ്റ് റൂം ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഉണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇല്ലാത്തവർ ഒരു കുഞ്ഞ് ഏരിയയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കണം. ഓക്കെ.